വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായി ഞങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പം ഞങ്ങളൊരു യാത്രയിലാണ്. ഞങ്ങൾ വാവയെ മുട്ടയടിപ്പിക്കാനായിട്ട് വേളാങ്കണ്ണി വഴി ഒന്ന് പോവുകയാണ്. നോക്കി മമ്മിനെ ഇട്ട് വട്ടം കറക്കണം. ഞങ്ങളിപ്പോൾ സ്റ്റിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ എറണാകുളം ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്ന് ഡയറക്റ്റ് വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തെന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു ട്രെയിൻ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ അടുത്ത ട്രെയിൻ കയറാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞങ്ങളിവിടെ വന്നപ്പോൾ 11 മണിയായിരുന്നു. ഇപ്പോൾ ഏകദേശം 11:45. ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത് 1 മണിയാണ്. അപ്പോൾ ഇനി 1 മണിക്കൂർ കൂടി എന്തെങ്കിലും വെയിറ്റ് ചെയ്യണം. ഞങ്ങളിപ്പോൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. എന്താ പറയുക, ഞങ്ങൾ വരുന്നത് കരുതിട്ടാണോന്ന് അറിയത്തില്ല. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയായിരുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയില്ല. ഇപ്പോൾ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 9:30 കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇറങ്ങിയേക്കാം. ഇങ്ങനെ മഴ കൂടിയാലോ എന്ന് വിചാരിച്ചു. ഹായ് റാവേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ആദ്യമായിട്ടാണ് വേളാങ്കണ്ണി വരുന്നത്. അതിപ്പോൾ ഇങ്ങനെ മഴയുമായി ഗൈസ്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. പപ്പ വരുന്നുണ്ട് ഗൈസ് പുറകെ കൂടി. ഇതെന്ന് പറയുന്നത് നേർച്ചയാണ്. കുഞ്ഞുങ്ങളുണ്ടാകുന്നവർക്ക് തൊട്ടിലും വീട് വെക്കേണ്ടവർക്ക് താഴം താക്കോലും, പിന്നെ കല്യാണം നടക്കാത്തവർക്ക് താലിയുമാണ് ഇവിടുത്തെ നേർച്ച വന്നിരിക്കുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ഒട്ടടിക്കുന്ന പൂമാല എന്തിനാ ചെയ്യുക? നേർച്ച നേർച്ചയാണോ? ആ മെഴുകുതിരി. വലിയ മെഴുകുതിരി. നമുക്ക് മെഴുകുതിരി വാങ്ങിച്ചാലോ? മുട്ടയടിക്കാൻ പോവാം. മുട്ടയടിക്കാനായിട്ട് നമ്മളെ വന്ന് വിളിച്ചു. 50 രൂപയാണ് കഴിച്ച് മുട്ടയടിക്കാനായിട്ട്. മഴയാണെങ്കിലും ഒരുപാട് തിരക്കുണ്ടാന്ന് ചോദിച്ചാൽ വലിയ തിരക്കില്ല. എങ്ങാനും ആൾ കൂടുമോയെന്നറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഒരു മുട്ടയ്ക്ക് 50 രൂപ കൂപ്പൺ കഴിച്ചത്. അതായത് മുട്ട അടിക്കാൻ 50 രൂപയാണെന്നാണ് അവർ പറയുന്നത്. അതിനായിട്ട് തന്നെ ഒരു ഷോപ്പുണ്ട്. എല്ലാം സെയിമാണ്. ഒന്നുതാണ് അത് അങ്ങ് ഉட்காந்து തോന്നിയിരുന്നു. ആദ്യം വാവേണ്ടത് അങ്ങനെ ചേനയും മുട്ട അടിച്ചതായി.
ഞാനിപ്പോൾ ഇരിക്കുന്ന പള്ളി എന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ പള്ളി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇങ്ങോട്ടേക്കും ഉണ്ട് സ്പേസ്. എന്തിൻ്റെ പണിയാണെന്ന് എനിക്കറിയില്ല കഴിച്ചു. എന്തായാലും പണി നടക്കുന്നു. എന്താണെന്ന് ശരിക്കും ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ കാണിച്ചു തരാം. സെയിം അത് സൈഡിലും ഉണ്ട്, 2 സൈഡിലും ഉണ്ട്. ഈ സൈഡിൽ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ അവർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ക്ലിയർ ആയിട്ട്. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മണിയാണോ എനിക്കറിയില്ല. ഇത് ഫുള്ളും എന്തായാലും കണ്ടു നിൽക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് എന്തായാലും പോവാം. മഴ വരുന്നുണ്ട്. നല്ല മഴയാണ് ഗൈസ്. അയ്യോ ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ സമയം എത്രയായിച്ചേ? 4:30 ഞങ്ങൾക്ക് 6:40 ട്രെയിൻ. ചെറുതായിട്ട് മഴയുണ്ട്. ഇപ്പോൾ മഴ കുറയാനായിട്ടാണ് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഞങ്ങളപ്പം ഉറങ്ങിപ്പോയി ഗൈസ്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. പള്ളി വഴി പോകുന്നില്ല. അതല്ലാണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്ന് കുറച്ച് ബാക്കിലേക്ക് പോയാൽ ഡയറക്റ്റ് ബീച്ചിലേക്ക് പോവാം. അതിനുശേഷം ഞങ്ങൾ നേരെ വരാമെന്ന് വിചാരിച്ചു. അതിനുശേഷം പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് വഴി. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് വേളാങ്കണ്ണിയിൽ. അപ്പോൾ ഈ സിനിമയിലും ടി വിയിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ ഇടുങ്ങിയ വഴികളാണ് കേട്ടോ ഇത്. ഞാൻ ഇത് ടി വിയിലേ കണ്ടിട്ടുള്ളൂ. എല്ലാവരും തമിഴാണ് എല്ലാവരും. പിന്നെ കർണാടകയിൽ നിന്നൊക്കെ ഉണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്. ഒരുപാട് പേരെ കണ്ടു. നമുക്ക് എന്തായാലും നേരെ ബീച്ചിലേക്ക് പോവാം. ആലപ്പുഴ അർത്തിങ്ക പള്ളിയിലുള്ളതൊക്കെ പോലെ തന്നെയാണ് ഇവിടെ 2 സൈഡിലും ഷോപ്സും കാര്യങ്ങളൊക്കെ. 2 മുട്ടകളെ നോക്കി കായ് ഒരാളെ ക്യാപ്പ് വെച്ച് മറിച്ചിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. ഹായ് നമ്മുടെ ബീച്ച്. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? ചന മസാല ഗൈസ്. ചന മസാല ഞങ്ങൾ ഒരു പാക്ക് വാങ്ങിച്ചു. ഗൈസ് എൻ്റെ ഫേവറേറ്റ് ചോളം. ഞാൻ എപ്പോഴും കഴിക്കുന്നത് ചോളം. മസാല മസാല പൊടി. പർച്ചേസ് ഗൈസ്. വേറെ ഒന്നുമില്ല. എല്ലാം
ഞങ്ങൾക്ക് എന്തായാലും ട്രെയിൻ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 6:40 ട്രെയിൻ വരുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോയിട്ട് നമ്മുടെ ലഗേജും എടുത്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകണം. അതിനുശേഷം നമ്മൾ നാളെ രാവിലെ ആകുമ്പോൾ നമ്മുടെ വീടെത്തുന്നതായിരിക്കും. പക്ഷെ നമുക്ക് രാത്രി കഴിക്കാൻ ഫുഡ് എന്തായാലും വേണ്ടേ. അപ്പോൾ നമ്മൾ ഫുഡിനായിട്ടാണ് നമുക്കിപ്പോൾ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു പള്ളിക്കടുത്തായിട്ട് തന്നെ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇനി ഒട്ടും ടൈം കളയാനില്ല. നമ്മൾ ലഗേജ് എടുത്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കുട്ടാപ്പിയൊക്കെ ആകെ ടയേർഡാണ് ഗൈസ്. നമ്മുടെ ക്ലൈമറ്റ് ശരിയല്ലാതായി പോയി. നമുക്ക് കുറച്ചുകൂടി ചുറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ 27-ാം തീയതി ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് ആലപ്പുഴയിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വേളാങ്കണ്ണി ട്രിപ്പ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.